പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല, വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം വെച്ചാൽ ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ള തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കുടുംബക്കാരെ വിടാം. നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഷോക്ക്ഡോ എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎഇ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എന്നെനിക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളതിന് പീഡിപ്പിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ?